അപ്പു ജോൺ ജോസഫ് MLA ചേരുന്നുണ്ട്. ശ്രീ അപ്പു ജോൺ ജോസഫ്, ഇപ്പോൾ നമ്മോട് സംസാരിച്ചത് ഈ ചർച്ചയിൽ ഫ്രാൻസിസ് ജോർജ് MP ചേരുന്നുണ്ട്. അതോടൊപ്പം ഇപ്പോൾ സംസാരിച്ചത് ഭൗമശാസ്ത്രജ്ഞൻ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസാണ്. അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും അതിലേക്ക് വരാം. അതിനു മുൻപ് എന്താണ് തൊടുപുഴയിലെ ഒരു സാഹചര്യം എന്ന് അറിയേണ്ടതുണ്ട്. കാരണം രാവിലെ മുതൽ ഈ ദുരിതബാധിത മേഖലകളിൽ അങ്ങ് പോയിരുന്നു. ഈ രക്ഷാപ്രവർത്തനത്തിലൊക്കെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു മരണം സംഭവിച്ചു. സംസ്ഥാനത്ത് ഇതുവരെ 8 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തെന്നാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക്. അതിലൊന്ന് തൊടുപുഴയിലാണ്. തൊടുപുഴയിലെ നിലവിലെ സാഹചര്യം എന്താണ്? രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നുണ്ടോ? തൊടുപുഴയില് നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഞാൻ യാത്രയിലാണ്, അതുകൊണ്ട് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പോ ഇന്നലെ ഒരു രാത്രി ഒരു 1:30 മണി തൊട്ട് ഒരു 1:30-2 മണി തൊട്ടാണ് തൊടുപുഴയിലെ പല ഭാഗങ്ങളിലും ഈ ഒരാള് മരണപ്പെട്ടു എന്ന് പറയുന്നത്. അത് കുടയത്തൂർ പഞ്ചായത്താണ്, അത് തൊടുപുഴ താലൂക്കാണ്, നിയോജക മണ്ഡലം അത് ഇടുക്കി നിയമമണ്ഡലത്തിൽ വരും. അപ്പം ഇവിടെ ഈ മേഖലയിൽ വ്യാപകമായിട്ട് ഇപ്പൊ തൊടുപുഴയിൽ തന്നെ പല പഞ്ചായത്തുകളിലും, ഇവിടെ ആലക്കോട് പഞ്ചായത്ത്, അതുപോലെ മുട്ടം പഞ്ചായത്ത്, അതുപോലെ ഈ പറയുന്ന കുടയത്തൂരിന്റെ പല ഭാഗങ്ങള്, ഇടുക്കിയുടെ ഭാഗമായ അറക്കുളം പഞ്ചായത്ത്, ഇവിടെ എല്ലാം വ്യാപകമായ രീതിയിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളം ഭയങ്കരമായിട്ട് ഫ്ലഡിങ് ഉണ്ടായി, വീടുകളിലൊക്കെ വെള്ളം കയറിയ അവസ്ഥ ഉണ്ടായി. ആളുകളെ പല ക്യാമ്പുകളിലാക്കി മാറ്റി പാർപ്പിച്ചിട്ടുമുണ്ട്. അപ്പം ഇപ്പം സിറ്റുവേഷൻ അണ്ടർ കൺട്രോൾ ആണ്. ഇന്ന് ഇടുക്കിയുടെ ചാർജുള്ള മന്ത്രി അനൂപ് ജേക്കബ്, അതുപോലെ MP ശ്രീ ഡീൻ കുര്യാക്കോസ്, MLA ഇടുക്കി MLA റോയ് കെ പൗലോസ്, അതുപോലെ കളക്ടർ ഒക്കെ ഇന്ന് ഹോൾ ഡേ ഇവിടെ ഉണ്ടായിരുന്നു. അതിനിടയിൽ മുഖ്യമന്ത്രി വീഡിയോ കോളിൽ വരികയും ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് മെഷീനറി നന്നായിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് രാത്രി മഴ മൂർച്ഛിക്കുവാണെങ്കിൽ ഒരു പക്ഷെ ഇനിയും വിഷയങ്ങൾ ഉണ്ടായേക്കാം. ഞാൻ എല്ലാ സ്ഥലങ്ങളിലും, ഉരുൾപൊട്ടി എല്ലാ സ്ഥലങ്ങളിലും പോയി. അവിടെ എല്ലാം കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ നാട്ടിലില്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്പേഷ്യൽ പ്ലാനിങ് എന്ന് പറയും. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസും, നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഹ്യൂമൻ എന്താ പറയുന്നത് പോപ്പുലേഷനും, മറ്റ് പ്രകൃതിയുടെ കാര്യങ്ങളും ഒക്കെ ഇത് വെച്ചിട്ട് നമ്മളൊരു പ്ലാനിങ് ഇല്ലാതെയാണ് നമ്മൾ എല്ലാ കൺസ്ട്രക്ഷനും ഒക്കെ ചെയ്യുന്നത്. ഇന്ന് ഞാൻ പോയ പല സ്ഥലങ്ങളിലും ഇന്ന് ഒരു കുറെ വീടുകൾ നശിച്ചു പോയിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ലൈഫ് ഭവന പദ്ധതിയിൽ വെച്ചു കൊടുത്ത വീടുകളാണ്, കുറെയല്ല. അതിന്റെ ഒരു കാരണം ഞാൻ അന്വേഷിച്ചപ്പം ഈ ചെരുവുള്ള സ്ഥലങ്ങളിൽ വില കുറച്ച് വീട് കിട്ടും. അപ്പൊ നമ്മുടെ ലൈഫിൽ വീട് കിട്ടണമെങ്കിൽ ലാൻഡ് വേണം എന്നുള്ളൊരു പ്രീ കണ്ടീഷൻ ഉണ്ട്. അപ്പൊ ആളുകൾ വില കുറച്ച് വീട് വാങ്ങുന്നത് ഈ ചെരുവുകളില്ല. കാരണം അവിടെ വില കുറവാണ്. അവിടെ അപ്പൊ കുറച്ചൊന്ന് മണ്ണെടുത്ത് നിരപ്പാക്കി ഒരു കയ്യാല കെട്ടി വീട് പണിയുകയാണ്. അത് വലിയ മഴ വരുമ്പോ അത് ഒലിച്ചു പോകുന്നുള്ളതിന്റെ ഏറ്റവും ഇന്ന് കുറെ വീടുകളെല്ലാം ഇന്ന് കണ്ടത് ലൈഫിൽ പണിത വീടുകളാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു സർക്കാരിന്റെ ഒരു ബിൽഡിംഗ് നമ്മൾ പണിയുകയാണെങ്കിൽ അതിന്റെ ഒരു പ്രൊസീജിയർ ഉണ്ട്. ആദ്യം അവിടുത്തെ സോയിൽ ടെസ്റ്റ് നടത്തും. ആ ബിൽഡിംഗ് അവിടെ ആ സോയിലിന്റെ സസ്റ്റൈനബിൾ ആണോ, ബിൽഡിംഗ് പണിത് അവിടെ നിലനിൽക്കുമോ, വലിയ മഴ വന്നാൽ ഒലിച്ചു പോകുന്നൊക്കെ സ്റ്റഡി നടത്തുന്നുണ്ട്. പക്ഷെ മറ്റേ ഇതുപോലത്തെ പ്രൈവറ്റ് സ്ഥലങ്ങൾക്ക് നമ്മൾ അങ്ങനെ ഒരു പ്ലാനിങ്ങോ ടെസ്റ്റോ ഒന്നും നമ്മൾ നടത്തുന്നില്ല. അത് എല്ലാ സ്ഥലത്തും അതിന്റെ ആവശ്യമില്ല, ശരിയാണ്. പക്ഷെ ഇപ്പൊ ഈ മാറുന്ന കാലാവസ്ഥയില് ഇപ്പൊ ഈ വർഷം എൽ നീനിയോ വർഷമാണ്, മഴ കുറവാണ് എന്നുള്ള ഒരു നമുക്ക് കഴിഞ്ഞ 2 മാസമായിട്ട് നമ്മുടെ ഡാമുകളുടെ ഒക്കെ വൃഷ്ടി പ്രദേശത്ത് മഴ ലഭിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോ ഇന്നലെ ഒരു ദിവസം പെയ്ത മഴയില്ല, ഒരൊറ്റ മഴ കൊണ്ട് ഈ സിറ്റുവേഷൻ മുഴുവൻ മാറി. എല്ലായിടത്തും ഫ്ലഡിങ് ആയി. അതുപോലെ ഫ്ലഡിങ് ഇന്ന് പല സ്ഥലങ്ങളിലും കണ്ട ഒരു കാരണം എന്ന് വെച്ചാൽ ഈ ചെറിയ തോടുകളൊക്കെ ഒരു വെള്ളം വരുമ്പോഴേ അതിനകത്ത് ഡീസിൽറ്റിങ് അല്ലെങ്കിൽ അതിനകത്തുള്ള ചെളി അല്ലെങ്കിൽ മണ്ണ് അല്ലെങ്കിൽ മണല് അടിഞ്ഞു കൂടിയതൊന്നും നമ്മൾ വർഷങ്ങളായിട്ട് വരുന്നില്ല. ഇതിന്റെ ഒക്കെ ആഴം കുറഞ്ഞു പോയി ഭയങ്കരമായിട്ട്. ഇപ്പൊ വെള്ളം തള്ളിച്ച് വരുമ്പോൾ അതെല്ലാം സൈഡിലേക്ക് പറമ്പുകളിൽ കൂടിയും വീടുകളിൽ കൂടിയൊക്കെ കയറി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച വ്യക്തി പറഞ്ഞതുപോലെ നമുക്കൊരു പ്രോപ്പർ പ്ലാനിങ് ഈ ഒരു കാര്യത്തിൽ ആവശ്യം. നമ്മള് ഈ മഴ കഴിയുമ്പോൾ ആളുകൾ ഇതെല്ലാം മറന്നുപോകും. ഒരു മഴക്കാലത്ത് ആണ് ഈ ഒരു വിഷയം വലിയ ചർച്ചാ വിഷയമായിട്ട് വരുന്നത്. ഈ മഴ മാറി വെയിൽ വരുമ്പോഴത്തേക്കും ആളുകൾ ഇതെല്ലാം മറന്നു. പിന്നെ ഇതൊന്നും നമ്മുടെ നാട്ടിൽ ചർച്ചാ വിഷയമില്ല. പിന്നെ അടുത്ത വർഷകാലത്താണ് വീണ്ടും ആളുകൾ ഇത് ചർച്ച ചെയ്യുന്നത്. പക്ഷെ ഇത് നമ്മളൊരു ദീർഘവീക്ഷണത്തോടു കൂടി നമ്മുടെ ഇപ്പോൾ മാറി വരുന്ന കാലാവസ്ഥയും, അതുപോലെ തന്നെ ഈ പറയുന്ന ഈ അതിവൃഷ്ടി, നമുക്കറിയാം ഇന്ന് ഈ ക്ലൗഡ് ബേഴ്സ് എന്ന് പറയുന്നത് കോമൺ സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്.
ഇതെല്ലാം പരിഗണിച്ച് നമ്മുടെ ഭൂപ്രകൃതി, നമ്മുടെ ലാൻഡും നമ്മുടെ സോയിലിന്റെ ഒക്കെ കണ്ടീഷൻ വെച്ചിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് നടത്താനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തൊടുപുഴയിൽ ഇപ്പം നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഇപ്പോൾ സിറ്റുവേഷൻസ് ഈസ് അണ്ടർ കൺട്രോൾ. പക്ഷേ ഇന്ന് രാത്രി മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് എല്ലാ മുൻകരുതലുകളും ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ജനപ്രതിനിധികളും എല്ലാം എടുത്തിട്ടുണ്ട്. യെസ്, ശ്രീ അബു ജോൺ ജോസഫ്, അങ്ങയുടെ യാത്ര തുടരാം, പക്ഷെ ചർച്ചയിൽ തുടരണം, അങ്ങയിലേക്ക് എത്താം. മറ്റു ചില അതിഥികൾ കൂടിയുണ്ട്. ശ്രീ ഫ്രാൻസിസ് ജോർജ്, അബു ജോൺ ജോസഫും അതോടൊപ്പം ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസും സൂചിപ്പിച്ചത് നമ്മുടെ ഈ മുന്നൊരുക്കങ്ങളിൽ അതോടൊപ്പം ഈ പ്ലാനിങ്ങിലൊക്കെ ചില വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. കാരണം അത് ഒറ്റയടിക്ക് നമുക്കത് ഇതിലേക്ക് ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ സാധിക്കില്ല. പതിയെ പതിയെ ഇത് പഠിച്ച്, കാരണം ഇപ്പോൾ 8 വർഷമായി തുടർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ പ്രളയം അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളൊക്കെ, ഉരുൾപൊട്ടലൊക്കെ. പക്ഷേ ഇത്രയും അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ, ഒരു ദുരന്തം ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മളെല്ലാവരും കൃത്യമായി രംഗത്തിറങ്ങുക. സർക്കാർ സംവിധാനങ്ങളൊക്കെ വളരെ ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ സർക്കാർ അതെല്ലാം നടപ്പാക്കാറുണ്ട്, ഇതിൻ്റെ രക്ഷാപ്രവർത്തനമൊക്കെ. പക്ഷേ ഈ ദുരന്തം വന്നു കഴിയുമ്പോൾ രംഗത്തിറങ്ങുന്നതിന് പകരം അതിന് മുൻപ് തന്നെ ഒരു കൃത്യമായ പ്ലാനിങ് ഇതിൻ്റെ മുന്നൊരുക്കങ്ങളിൽ ഉൾപ്പെടെ ആവശ്യമല്ലേ? അതിനുവേണ്ടിയുള്ള ഒരു പ്രത്യേക സമിതി അടക്കം. എന്തായാലും ഇതിന് യാഥാർത്ഥ്യമാണ്. നമ്മൾ കാലാവസ്ഥ മാറ്റം അതൊക്കെ നമ്മൾ ഇത്ര നാളും ചർച്ച ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമായിരിക്കുന്നു, സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കാലാവസ്ഥ മാറ്റം. ഇനി അതിനുവേണ്ടിയുള്ള ഒരു പ്രത്യേക സമിതിയൊക്കെ രൂപീകരിച്ചുകൊണ്ട് എങ്ങനെ ഇതിനെ അതിജീവിക്കാൻ കഴിയും, അല്ലെ ഇതിനു വേണ്ടിയുള്ള ഒരു പരിഹാര മാർഗം ഉൾപ്പെടെ നമുക്ക് ആവശ്യമല്ലേ? ശ്രീ ഫ്രാൻസിസ് ജോർജ്, അങ്ങയുടെ സൂം അത് മ്യൂട്ടാണെന്ന് തോന്നുന്നു. ശരിയാണ്, വളരെ ശരിയാണ് ഈ പറഞ്ഞത്. ശ്രീ അബു ജോൺ ജോസഫും അതുപോലെ തന്നെ മുൻപ് സംസാരിച്ച ഡോക്ടറൊക്കെ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങൾ ജനങ്ങൾ മറക്കുന്ന നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ സർക്കാർ സംവിധാനങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. മഴ കഴിഞ്ഞു, പിന്നെ എല്ലാം നോർമൽസിയിലേക്ക് വന്നു, പിന്നെ നമ്മളിതെല്ലാം വിട്ട് അടുത്ത മഴക്കാലം വരെ നമ്മളിങ്ങനെ ഒരു നിസ്സംഗഭാവത്തിലിരിക്കുന്നത് തികച്ചും തെറ്റാണ്. കാരണം മുൻകാലങ്ങളെ പോലെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രവചനാതീതമാണ് നമ്മുടെ കാലാവസ്ഥാ സാഹചര്യങ്ങൾ. എപ്പോൾ മഴ പെയ്യും, അത് എത്ര തീവ്രമായി പെയ്യും എന്നൊന്നും ആർക്കും കൃത്യമായി പറയാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ പറയുന്ന സാഹചര്യങ്ങളൊക്കെ മാറിയിരിക്കുന്നു. ബാബു നേരത്തെ ശ്രീ അബു ജോൺ ജോസഫ് സൂചിപ്പിച്ചതുപോലെ എൽ നീനോ പ്രതിഭാസം ഉണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷെ അതിനു പകരം ഇപ്പൊ ഒറ്റ ദിവസത്തെ മഴ കൊണ്ട് വളരെ ഗുരുതരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.